അവിടുത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ. വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ്സ്? വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല്? നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല. എൻ്റെ നാട്ടിൽ മാലൂർ ഒരു കാതറാജി ഉണ്ട്, വലിയ കൊലപ്പാട്ടക്കാരനാ, ഈ നേന്ത്രക്കൊലേന്റെ പാട്ടക്കാരൻ. ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോൾ കംപ്ലീറ്റ് കറ പരങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും മുണ്ടു. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങളെത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് ഇങ്ങക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ടിട്ടൂടെ ഇങ്ങക്ക്? അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാം മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യോ? നല്ല ഇട്ടിട്ട് എന്താ കാര്യം? അന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ഞാൻ ചോദിച്ചു, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ? ഈടെ ഇങ്ങക്ക് എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ? പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? അന്നേരം അയാൾ പറയും, അതെ ഈടി എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്, പിന്നെ ഈ കുപ്പായം കണ്ടിട്ട് തന്നെ ഈടി എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എൻ്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദയ്ക്കൊന്നും തിന്നാണ്ട്, മര്യാദയ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കൊരു കോരലിനെ ഉള്ളൂന്ന്.